ഒടുവിൽ ഔദ്യോഗിക പ്രഖ്യാപനമെത്തി. ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും കൂട്ടിക്കിഴക്കലുകൾക്കും ശേഷം അജിത് അഗാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുന്നു. യെസ്, സൂര്യകുമാർ യാദവിൻ്റെ പിൻഗാമിയായി ശ്രേയസ് അയ്യർ വരുന്നു. കുട്ടി ക്രിക്കറ്റിൽ ടീം ഇന്ത്യയുടെ സുപ്രധാനമായൊരു ട്രാൻസ്ഫോർമേഷൻ. വെറുമൊരു ക്യാപ്റ്റൻസി കൈമാറ്റം മാത്രമായി ഇതിനെ കാണാനാവില്ല, മറിച്ച് സമീപകാല ഇന്ത്യൻ ക്രിക്കറ്റിലെ ശ്രദ്ധേയമായ തിരിച്ചുവരവിൻ്റെ ഒരു കഥ കൂടിയാണിത്. ശ്രേയസ് അയ്യർ ബാക്ക് ടു ഇൻ്റർനാഷണൽ T20 ക്രിക്കറ്റ്. ഏതാണ്ട് 30 മാസത്തിന് ശേഷമാണ് അയാൾ കുട്ടി ക്രിക്കറ്റിൽ ഒരു മത്സരം കളിക്കാനിറങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2023 ഡിസംബർ 3-ന് ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു വലങ്കയം ബാറ്റർ അവസാനമായി കളത്തിലിറങ്ങിയത്. പിന്നീട് അങ്ങോട്ട് പല മാനദണ്ഡങ്ങളുടെയും അളവുകോലിൽ തട്ടി അയാൾ മാറ്റി നിർത്തപ്പെട്ടു. ഏറ്റവും ഒടുവിൽ IPL മികച്ച ഫോമിൻ്റെ ബലത്തിൽ T20 ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുമെന്ന് കരുതിയെങ്കിലും അതും ഉണ്ടായില്ല. വിശ്വമേളയ്ക്ക് മുമ്പായി കിവീസിനെതിരായ പരമ്പരയിലെ സ്ക്വാഡിൽ ഉൾപ്പെട്ടെങ്കിലും ഒരൊറ്റ മാച്ചിൽ പോലും ചാൻസ് നൽകിയില്ല. എന്നാൽ എല്ലാ നിരാശയും മാറുന്നതായിരുന്നു ആ വലിയ പ്രഖ്യാപനം. ഇന്ത്യയുടെ നായകസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 31കാരൻ്റെ T20യിലേക്കുള്ള മാസ് എൻട്രി. മെറിറ്റാണ് മാനദണ്ഡമെങ്കിൽ ഈ തീരുമാനം 100% ശരിയാണെന്ന് പറയേണ്ടി വരും. 2025 IPL സീസണിൽ ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിലും ശ്രേയസ് നടത്തിയ വിപ്ലവം നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. നിരാശയുടെ പടുകുഴിയിലായിരുന്ന പഞ്ചാബ് കിങ്സിനെ പ്രഥമ സീസണിൽ തന്നെ ഫൈനലിലേക്ക് നയിക്കാൻ അയാൾക്കായി. ഫ്രാഞ്ചൈസിയുടെ ഒരു പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചായിരുന്നു ആ ഫൈനൽ പ്രവേശനം. 650 അടക്കം 604 റൺസുമായി 2025 പതിപ്പിൽ ടീമിൻ്റെ ചാലകശക്തിയായതും മറ്റാരുമല്ല. ഇത്തവണയും വ്യത്യസ്തമല്ല കാര്യങ്ങൾ. 550 അടക്കം ആ ബാറ്റിൽ നിന്ന് പറഞ്ഞത് 498 റൺസ്. ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനായില്ലെങ്കിലും സമ്മർദ്ദഘട്ടങ്ങളിൽ പലപ്പോഴും പഞ്ചാബിനെ ശബ്ദിച്ചത് അയ്യറിൻ്റെ ബാറ്റായിരുന്നു. താരത്തിൻ്റെ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ച് മുൻ ഓസീസ് താരം റിക്കി പോണ്ടിംഗ് അടക്കം പല കൂടി രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. IPL-ൽ 100-ലധികം മത്സരങ്ങൾ ടീമിനെ നയിച്ച് എലൈറ്റ് ക്യാപ്റ്റന്മാരുടെ പട്ടികയിലും അയ്യർ പോയ സീസണിൽ ഇടം പിടിച്ചു. ഗൗതം ഗംഭീർ, ശ്രേയസ് അയ്യർ കോംബോക്ക് മുന്നിൽ വരാനിരിക്കുന്നത് 2 പ്രധാന കടമ്പകളാണ്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായി നടക്കുന്ന 2028 ലോകകപ്പ് തന്നെയാണ് അതിൽ പ്രധാനം. രോഹിത്തും സൂര്യകുമാറും നേടിയെടുത്ത കിരീടം നിലനിർത്തുക എന്നത് അയ്യരെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യമാണെന്ന കാര്യം ഉറപ്പാണ്. 2 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് ആണ് മറ്റൊരു പ്രധാന ടൂർണമെൻറ്റ്. ക്രിക്കറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം നടക്കുന്ന ആദ്യ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. ഗംഭീറിൻ്റെ പ്ലാൻ അനുസരിച്ച് ചലിക്കുന്ന ഒരു നായകനായിരുന്നു സൂര്യകുമാർ യാദവ്. ഇരുവർക്കുമിടയിൽ ഐക്യം T20 കിരീടം നിലനിർത്തുന്നതിലടക്കം സുപ്രധാനമായി. ലോങ് ഫോർമാറ്റിൽ പരാജയം രുചിക്കുമ്പോഴും T20യിൽ പിടക്കാത്ത ചുവടുവെപ്പുമായാണ് ഇന്ത്യ കിരീടം വരെ എത്തിയത്. എന്നാൽ ബാറ്റിങ്ങിൽ അമ്പേ പരാജയമായതോടെ സൂര്യയെ മാറ്റുകയില്ലാതെ മറ്റ് ഓപ്ഷനില്ലാതെ മാറുകയായിരുന്നു. പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം സഞ്ജു സാംസണിനെ T20 ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിരുന്നു ഗംഭീറിൻ്റെ പ്ലാൻ. എന്നാൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിൻ്റെ ചോയ്സ് അയ്യരായിരുന്നു. അതേസമയം അയ്യരിൻ്റെ വരവിൽ ഗംഭീറിന് അതൃപ്തി ഉണ്ടാകാനിടയില്ല. നേരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം ശ്രേയസ് അയ്യർ കിരീടമുയർത്തുമ്പോൾ സുപ്രധാന മെൻ്റർ റോളിൽ ഗംഭീർ ഉണ്ടായിരുന്നു. ഗംഭീർ സൂര്യ കോംബോ പോലെ ഈ സഖ്യവും സമാന രീതിയിൽ ക്ലിക്കായാൽ വരാനിരിക്കുന്ന വെല്ലുവിളികൾ അനായാസം മറികടക്കാൻ ഇന്ത്യക്കാകും. സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ വൈഭവ് സൂര്യവംശി. ഇംഗ്ലണ്ട് അയർലൻഡ് T20 പരമ്പരയ്ക്കും ഏഷ്യൻ ഗെയിംസിനുമുള്ള ടീം പ്രഖ്യാപനത്തിൽ ശ്രദ്ധേയമായ തീരുമാനങ്ങളിലൊന്ന് 15കാരൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഒരുപക്ഷെ കഴിഞ്ഞ IPL-ന് പിന്നാലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വാർത്തയും വൈഭവിൻ്റെ പ്രവേശനം തന്നെയായിരുന്നു. ബുംറ മുതൽ പാറ്റ് കമ്മിൻസ് വരെ കൗമാരക്കാരൻ്റെ ബാറ്റിംഗ് ഇന്ത്യന് മുന്നിൽ കീഴടങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഓറഞ്ച് ക്യാപ്പ് നേട്ടമടക്കം IPL-ലെ 5 പ്രധാന പുരസ്കാരങ്ങളും വൈഭവ് സ്വന്തമാക്കി. ഫോമിൻ്റെ പീക്കിൽ നിൽക്കെ അവനെ ഇനിയും മാറ്റി നിർത്താൻ സെലക്ഷൻ കമ്മിറ്റിക്കുമാവില്ല. 15-ാം വയസ്സിൽ ദേശീയ ജേഴ്സി അണിയുന്നതിലൂടെ പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും രാജസ്ഥാൻ റോയൽസ് ഓപ്പണർക്ക് സ്വന്തമാക്കാനാകും. ഇതിനകം IPL-ലടക്കം അനേകം റെക്കോർഡുകൾ സ്വന്തമാക്കിയ സൂര്യവംശി ഇത്തവണ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് മറികടക്കാൻ ഒരുങ്ങുന്നത്. ശ്രേയസ് നയിക്കുന്ന ടീമിൽ ഉപനായകനായി തിലക് വർമ്മയെ അവരോധിച്ചതിലൂടെ ഒരു തലമുറ മാറ്റത്തിൻ്റെ സൂചന കൂടിയാണ് സെലക്ഷൻ കമ്മിറ്റി നൽകുന്നത്. നിലവിൽ ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്ന ഏകദിന ടെസ്റ്റ് നായകൻ ശുഭ്മൻ ഗില്ല് ഇനിയും കാത്തിരിക്കണമെന്ന കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ഈ ടീം സെലക്ഷൻ നൽകുന്നത്. ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിലേതുപോലെ സാവകാശം T20 ക്രിക്കറ്റിന് ലഭിക്കില്ല. ലഭിക്കുന്ന അവസരങ്ങളിൽ പെർഫോം ചെയ്യുക എന്നത് മാത്രമാണ് ഏക പോംവഴി. T20 ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നുള്ള പുറത്താകലോടെ ടീമിലെ സ്ഥാനം കൂടി നഷ്ടമായ സൂര്യകുമാർ അനുഭവ സാക്ഷ്യമായി കൺമുന്നിലുണ്ട്. ശ്രേയസിന് കീഴിൽ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ മുന്നേറട്ടെ. വൈഭവ് അടക്കമുള്ള പുതിയുഗ ടീം അതിന് പ്രാപ്തമാണെന്ന കാര്യം ഉറപ്പാണ്. കാത്തിരിക്കാം ആ ആവേശ പോരാട്ടങ്ങൾക്കായി.